ആള് പയ്യനാണെങ്കിലും പോലീസ് ലുക്കിൽ നല്ല പേഴ്സണാലിറ്റി ആണല്ലേ. പോലീസ് ഡ്രസ്സിൽ നല്ല പേഴ്സണാലിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും അതൊരു അത്ഭുതമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഒരു പോലീസ് വേഷം ഒന്നും ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല. ഷെയ്ൻ്റെ സ്ട്രഗിൾ എന്തായിരുന്നു നായകനാവെന്ന് പറയുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ട്രഗിൾ അതിന് ശേഷമാണ് തുടങ്ങിയത്. എന്തായിരുന്നു എന്ന് വെച്ചാൽ കുറേയൊക്കെ പൊതുമാധ്യമങ്ങളിൽ വന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. ശരിക്കും ആ കാക്കി ഇടുക എന്ന് പറയുന്നത് നല്ല പണിയുള്ള പരിപാടിയാണ്. നല്ല ചൂടാണ് അത്. അപ്പോൾ ഒരു വെയിലും അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പുറത്ത് ട്രാഫിക്കിലൊക്കെ നിൽക്കുക അവർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മുമ്പ് നമ്മൾ അവരെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ല ഞാൻ ഇപ്പോൾ പിന്നീട് ഇപ്പോൾ പോലീസായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമുള്ളത്. എൻ്റെ ഒരു ആഗ്രഹം നമ്മൾ കൊമേഴ്ഷ്യലി എൻ്റർടൈൻഡും ആവണം, സെയിം ടൈം നമുക്കൊരു ടേക്ക് അവേ, ഒരു പടം കണ്ട ടേക്ക് അവേ നമുക്ക് ഉണ്ടാവണം. ഇതെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സിനിമയിൽ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും അത് ഭയങ്കര ടഫാണ്. അങ്ങനത്തെ കഥകൾ വരുന്നുണ്ടോ? അങ്ങനത്തെ കഥകൾ വരുന്നുണ്ട്, പക്ഷെ അത് പുൾ ഓഫ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ സത്യം പറഞ്ഞാൽ വരുന്നില്ല. അതൊരു ഫാക്ട്. കാര്യം കൊറോണ പേപ്പേഴ്സ് പ്രിയൻ സാറെ വിളിച്ചല്ലോ, അപ്പം നമ്മളാലിങ്ങനെ ഇതൊരു ചേരുന്നില്ലല്ലോ, ഞാൻ മാച്ച് ആവുന്നില്ലല്ലോ എന്നാണ് എനിക്കുള്ള മൈൻഡിലുള്ളത്. ഇന്ത്യ മൊത്തം ഇപ്പം നമ്മൾ കറങ്ങുകയാണെന്ന് വിചാരിക്കാം. ഏറ്റവും മികച്ചൊരു മലയാള സിനിമ പറയാൻ പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് കുമ്പളങ്ങി ആണ്. അതാണ് എനിക്കൊരു പിടുത്തമില്ല, ഇത് എന്ത് നാട്ടിൽ നടക്കുന്നത്. പലരും എനിക്ക് മെസ്സേജ് ചെയ്യണം എന്താണെന്നറിയാം, ഒരു സമാധാനമാണെന്ന് പറയണം പടങ്ങൾ. പലരും ലോൺലി ആണെന്ന് ഇന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ സിനിമ ഒരു കൂട്ടുകാരനായത്. ദൃഢത്തിൻ്റെ ട്രെയിലറിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ടെസ്റ്റ് പാസ്സായിട്ട് ആദ്യമായിട്ട് ജോലിക്ക് വരുന്ന ഒരു SI പയ്യനെ പോലെ ഉണ്ടെന്ന്. കണ്ടിട്ടുണ്ട് അത്? ടെസ്റ്റ് പാസ്സായി വരുന്ന SI എന്ന് പറയുമ്പോൾ അതാണ് ആ ഒരു ലുക്ക് വൈസ് ആൾക്കാർക്ക് അങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് സന്തോഷമാണ്. കാര്യം അത് തന്നെയാണ് ക്യാരക്ടറും. ആദ്യമായി ഒരു ജോലിക്ക് ആദ്യമായി SI ആവുന്നു, ഒരു ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയ ഒരു സ്ഥലത്തേക്ക് വരുന്നു, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ടെൻഷനും ഒക്കെ ആയിട്ട് ഏതൊരു ജോലിക്ക് ഒരു യുവാവ് കയറുന്ന പോലെ തന്നെ ഇദ്ദേഹം ഈ SI വിജയ് രാധാകൃഷ്ണൻ എന്ന ക്യാരക്ടർ വരികയാണ്. അതായത് ഒരു ശാന്തസുന്ദരമായ നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്ന് വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തെല്ലാം സംഭവിക്കാമോ അതെല്ലാം സംഭവിക്കുന്നു. ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്, അതുകൊണ്ട് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പടം ആദ്യത്തെ ജോലിക്ക് വരുന്ന എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. 100%. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു സിനിമ അഭിനയിക്കാൻ അല്ലെങ്കിൽ ഒരു നായകവേഷമോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞു, ഇപ്പം അതിന് മുന്നേ വരെ നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് നമ്മളൊരു നായകവേഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റിംഗ് പോലെയാണ്. അതിന് ഞാൻ വന്ന സമയത്തുണ്ടായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതിനേക്കാളുപരി വലിയൊരു ടെൻഷൻ, എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ഇത് കറക്റ്റാണോ ഞാൻ ചെയ്തത്, നമുക്കൊരു ഇതുണ്ടാവില്ല, ഒരു ആത്മവിശ്വാസക്കുറവും. അപ്പോൾ അത് തന്നെയാണ് ഈ ക്യാരക്ടറും. അപ്പോൾ ഇന്നത്തെ നല്ല ഏത് കാലത്തും ഏതൊരു ജോലിക്ക് കയറുന്ന ഒരാൾക്കും, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 40s നിൽക്കുന്ന ഒരാൾക്കും കാണാൻ പറ്റും, ഇയാളെ മനസ്സിലാക്കാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഷെയ്ൻ്റെ സ്ട്രഗിൾ എന്തായിരുന്നു നായകനാവെന്ന് പറയുമ്പോൾ? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ട്രഗിൾ അതിന് ശേഷമാണ് തുടങ്ങിയത്. എന്തായിരുന്നു എന്ന് വെച്ചാൽ കുറേയൊക്കെ പൊതുമാധ്യമങ്ങളിൽ വന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിനേക്കാളുപരി നമ്മളൊരു സ്ഥലത്ത്, അതായത് അത്രയും കാലം നമ്മൾ സുപരിചിതമായൊരു മേഖലയുണ്ട്, നമ്മളുടെ കോളേജ്, നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കൾ, നമ്മുടെ വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ആൾക്കാരോട് ഇടപഴകുന്ന രീതിക്കും അല്ലെങ്കിൽ വിശ്വസിക്കുന്ന രീതിക്കും എല്ലാം വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലെയല്ല പുറത്ത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് മാനിക്കപ്പെടുന്നത് പോലെയല്ല പുറത്ത് എന്ന് പറയുന്ന പോലെ. അതെല്ലാം നമുക്ക് കുറച്ചധികം സീരിയസ് ആയ സിറ്റുവേഷൻസിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ, ഇപ്പോൾ നമ്മുടെ വിജയ് രാധാകൃഷ്ണനെ തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞാലും അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ പ്രശ്നങ്ങളിലേക്ക് അയാൾ പോവുകയാണെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. എപ്പോഴാണ് ഞാൻ കറക്റ്റ് ട്രാക്കിലായി തോന്നിയത്? ഇതൊരു സിനിമ ചെയ്യാൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അല്ലല്ലോ. ഇപ്പം ഭയങ്കരമായൊരു വിജയം കൊടുത്താലും പിന്നത്തെ ഒരു പടം എങ്ങനെ പോകുന്നു എന്നും കൂടെയൊക്കെ അതെല്ലാം ഇങ്ങനെ എന്താ പറയുക, വിജയപരാജയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്ന എല്ലാ ആർട്ടിസ്റ്റിനും വന്നൊരു സംഭവമാണ്. നമുക്കത് എനിക്ക് തോന്നുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു വിജയ റെക്കോർഡുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരിക്കലും ഞാൻ ട്രാക്കിലായി എന്നൊരിക്കലും നമ്മളെ തന്നെ ഇതാക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും അതിനെ പോളിഷ് ചെയ്തും അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു പുതിയൊരു സാധനം ആൾക്കാർക്ക് കൊടുക്കാമെന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനങ്ങനെ ഒരിക്കലും ഞാനിപ്പോൾ ട്രാക്കിലായി അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. അത് ചിലപ്പോൾ എൻ്റെ വർക്ക് എഫിഷ്യൻസി കുറച്ചും കൂടെ കൂട്ടാൻ തന്നെ സഹായിക്കുന്നുണ്ട്. ആ ഒരു ഇത് ഞാൻ ചോദിക്കാൻ കാരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങനെ ഒട്ടും പ്ലാനിങ് ഇല്ലാത്ത ഒരാളാണെന്ന്.
കറക്റ്റാ, അത് തന്നെയാണ് എൻ്റെ ഒരു ഉത്തരം. ഇപ്പം പ്ലാനിങ് ഉണ്ട്, പ്ലാനിങ് ഇല്ല എന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ഒരു കഥാപാത്രം ചൂസ് ചെയ്യാനും എന്ത് തരം സിനിമ ഞാൻ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ധാരണ ഇപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഞാൻ അളന്ന് മുറിച്ച് പ്ലാൻ ചെയ്ത പോലെ നമ്മുടെ ലൈഫ് ആരുടെയും പോവില്ല, അതൊരു സത്യമാണ്. അപ്പം നമ്മൾ ആ ഒഴുക്കിനൊത്തും നമ്മൾ നീന്താൻ നമ്മൾ സ്വയം നമ്മൾ പ്രാപ്തനാവണം. പഠിച്ച ഒഴുക്കിനൊത്ത് നീന്താൻ അത് പഠിക്കാണ്ട് പറഞ്ഞ് നിവൃത്തിയില്ല. കാര്യം തന്നെ നേരെ കടലിൽ കൊണ്ട് ഇട്ടിട്ട് നീന്താൻ പഠിപ്പിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. പിന്നെ പക്ഷേ ഈ പടത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലെ ഒരു ഡയലോഗ് ഷെയ്നെ കണ്ടുകൊണ്ട് എഴുതിയതാണെന്ന്. അതായത് ആള് പയ്യനാണെങ്കിലും പോലീസ് ലുക്കിൽ നല്ല പേഴ്സണാലിറ്റി ആണെന്നല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കും അതൊരു അത്ഭുതമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു തുടങ്ങിയ കാലഘട്ടത്തിലോ ഒരിക്കലും ഞാൻ ഒരു പോലീസ് വേഷം ഒന്നും ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് അറിയാലോ, ഒരു റെബൽ ടീനേജ് ഐ മീൻ അഡോളസൻ ആ പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മിക്കതും. ആ ടൈം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ ഒരു യങ്സ്റ്റർ സാധനം, നമുക്കൊരു ഒഫീഷ്യൽ ഫിഗറായിട്ടുള്ള ഒരു സാധനം ഞാനും എന്നെ കണ്ടിട്ടില്ല. പക്ഷെ അത് എങ്ങനെയോ ആ സമയത്ത് കറങ്ങി തിരിഞ്ഞു വന്നു. ഇപ്പോൾ വേലയിലാണ് ഞാൻ ഫസ്റ്റ് CPO വേഷം ചെയ്യുന്നത്. അത് അവർ വിളിച്ച് തന്നാ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ലുക്കിൽ തന്നെ എന്നെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യണം, ഓക്കെ ഇങ്ങനെ ഒരു ലുക്ക് എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളൊരു സാധനം. പിന്നെ അതിനോട് അടുത്ത സമയത്ത് തന്നെയാണ് കൊറോണ പേപ്പറും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ, കാര്യം പ്രിയൻ സാറാണ് നമ്മളെ പോലീസായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. സോ അതിനും ഒരു ഓക്കെ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം. പക്ഷെ അത് ഓരോന്ന് ചെയ്യുമ്പോഴും അതിനകത്ത് ഓരോന്ന് കറക്റ്റ് ചെയ്യാൻ എനിക്കുണ്ടാവും. ഇപ്പോൾ ഭാഷ കൊണ്ടും സ്ലാങ് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെയും അതിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടാവും, റിഫൈൻ ചെയ്ത് കൊണ്ടുവരണമല്ലോ എപ്പോഴും. അപ്പം അതിൽ നിന്നുള്ളൊരു അത്യാവശ്യം നല്ലൊരു വെർഷനായിരിക്കും വിജയ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പടത്തിന് 55 ദിവസം ഷൂട്ട്, അതിൽ 54 ദിവസവും ഷൂട്ടുള്ളത്. അതെ, കാര്യം ഈ സിനിമയിൽ ഒരു ഫ്ലാഷ് ബാക്ക് അല്ലാതെ ബാക്കി എല്ലാ സീനും ഞാൻ എന്ത് കാണുന്നു അതാണ് ജനം കാണുന്നത്. പെർസ്പെക്റ്റീവ്, ഈ സിനിമയുടെ പെർസ്പെക്റ്റീവ് വിജയുടെ പെർസ്പെക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു സീനിലും അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ പോലും അയാളില്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. എനിക്കൊണ്ട് അങ്ങനത്തെ ഒരു ആദ്യത്തെ പടമായിരിക്കും. കാര്യം ബാക്കി സിനിമകൾക്കൊക്കെ എന്തെങ്കിലും ഒരു സബ് ട്രാക്കോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിലങ്ങനെയല്ല. ഇയാളെ തന്നെ ഫോളോ ചെയ്താണ് സിനിമ പോകുന്നത്. ഇത് ഒരാളുടെ ഫസ്റ്റ് ജോലിക്കായിരുന്നു, അതുണ്ടാവുന്ന സമ്മർദ്ദമാണ് ഈ പടം പറയുന്നത്. ഇതെന്താ പോലീസുകാരൻ്റെ കഥയായിട്ട് പറയാൻ കാരണം? ഇതിപ്പോൾ IT കാരൻ്റെ കഥയായിട്ട് പറയാം, അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാരൻ്റെ കഥയായിട്ട് പറയാം, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു RJയുടെ കഥയായിട്ട് പറയാം. എന്താ പോലീസുകാരൻ ചൂസ് ചെയ്യാൻ കാരണം? ഇപ്പോൾ ഒരു IT മേഖലയിലുള്ള ഒരാൾ ഡീല് ചെയ്യേണ്ട വിഷയങ്ങൾ, അതിനൊരു ഒരു ഒരു എന്താ പറയുക, അതിനൊരു ഇൻറ്റൻസിറ്റിക്കോ അല്ലെങ്കിൽ ആ വർക്കിനുള്ളിലുള്ള വിഷയങ്ങൾ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് വലിയൊരു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അതിനകത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അവർ എന്താ പറയുക, അത്ഭുതകരമായ അല്ലെങ്കിൽ നമ്മൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത തന്നെ പല പല സിറ്റുവേഷൻസ് ചിലപ്പോൾ അവരുടെ ലൈഫിലൂടെ പോവാം. അപ്പോൾ അതേപോലെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പയ്യൻ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെങ്ങനെ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ എന്തെല്ലാം പ്രഷറിലൂടെ പോകേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടാക്കാനായിരിക്കാം അവർ പോലീസിലേക്ക് പ്ലേസ് ചെയ്തത്. ഒരുപാട് പോലീസുകാരെ കണ്ടോ ഈ പടം ചെയ്യുന്നതിന് മുമ്പ്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ കാണുന്നു, അല്ലാതെ ഞാനങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഡെയിലി നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ആ കാക്കി ഇടുക എന്ന് പറയുന്നത് നല്ല പണിയുള്ള പരിപാടിയാണ്. അത് ഞാനിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ 54 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാവും. അതായത് അത്യാവശ്യം നല്ല ചൂടാണ് അത്. അപ്പോൾ ഒരു വെയിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുറത്ത് ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന അവർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മുമ്പ് നമ്മൾ അവരെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ല ഞാൻ ഇപ്പോൾ പിന്നീട് ഇപ്പോൾ പോലീസായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമുള്ളത്. കാര്യം നല്ല ചൂടാണ്, ആ ചൂടിൽ നിന്നുകൊണ്ടും വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുകമ്പ കൂടി പോലീസുകാരോട്, അല്ലെങ്കിൽ ആ ഒരു കാക്കിനോട് കുറച്ചും കൂടെ എനിക്ക് റെസ്പെക്റ്റ് കൂടി. ദൃഢം 3ാമത്തെ പോലീസ് വേഷമാണ്. ബാക്കി 2 പോലീസ് വേഷങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കാം. അതിലുള്ള ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ആ സിനിമ ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് പറയണം. ഓക്കെ, ഒന്ന് വേല, ആദ്യത്തെ പോലീസുകാരൻ. അതാണ് ആദ്യത്തെ പോലീസുകാരനായിട്ട് വിളിച്ചുകൊണ്ട് തന്നെ അതൊരു ഫാക്ടറാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ കഥ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു കൺട്രോൾ റൂമിനകത്ത് ഇരുന്നുകൊണ്ട് കോളിനെ ബേസ് ചെയ്തിട്ടാണല്ലോ, ഒരു കോളിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ അതെനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമായിട്ട് തോന്നി. പിന്നെ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ടൈം എന്ന് പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞ് അല്ലെങ്കിൽ തിയേറ്റർ ഓപ്പൺ ആവാത്തൊരു സമയത്താണ്. അപ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ലൊക്കേഷൻസിൽ തീരുന്ന പടങ്ങളാണ് അന്ന് നടന്നിട്ടുള്ളൂ, ലിമിറ്റഡ് ക്രൂ.
അപ്പോൾ അതിനുമൊക്കെ സൂട്ടബിളായി വന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ വേല നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് കൊറോണ പേപ്പേഴ്സ്. പ്രിയൻ സാർ പ്രിയൻ സാറെ വിളിച്ചല്ലോ, അപ്പം നമ്മളാലോചിക്കണേ ഇതൊരു ചേരുന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ എന്നാണ് എനിക്കുള്ള മൈൻഡിലുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് വേഷമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആണെന്നൊക്കെ ഉള്ളൊരു കൗതുകം. അപ്പോൾ അത് നമ്മൾ കേൾക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാനൊന്നും അല്ല, വാട്ട് എവർ ഇറ്റ് നമ്മൾ ചെയ്യുമെന്നുള്ള നമ്മുടെ മൈൻഡിലുണ്ട്. കാര്യം ഇത്രയും സീനിയറായിട്ട് ഒരു ലെജൻഡറി ഡയറക്ടറാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സിനിമയിൽ നമ്മൾക്ക് വിളിച്ചല്ലോ. എങ്ങനെ പ്രിയൻ സാറ് സീനെ കുറിച്ച് പറഞ്ഞുതരാം? പണ്ടൊക്കെ ഞാൻ ലാലേട്ടൊക്കെ പറയുന്നുണ്ട് ഈ സീൻ കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിച്ചിരിയാണ്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് പ്രിയൻ സാറിൻ്റെ ലൊക്കേഷൻ? ക്ലാരിറ്റിയാണ് വേണ്ടതേ എടുക്കുകയുള്ളൂ, എഡിറ്റ് ചെയ്ത പോലെ ഷൂട്ട് ചെയ്യുള്ളൂ, ആവശ്യമില്ലാത്തൊരു ഡയലോഗോ ഒന്നും എടുപ്പിക്കില്ല. ഭയങ്കര സ്പീഡാണ്. ആണോ? ഭയങ്കര സ്പീഡിലെടുക്കുള്ളൂ. ഒരു ദിവസം എത്ര സീൻ വരെ എടുക്കും? ഒരുപാട് സീനൊന്നും എടുക്കണമല്ല, പക്ഷെ എടുക്കുന്ന ടൈം ഭയങ്കര, ഇപ്പോൾ അധികം അത്ര നൈറ്റ് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പാക്കപ്പും ചെയ്യും. അപ്പോൾ അതുവരെ നല്ലതായിട്ട് സ്പീഡിലായിരിക്കും ഷൂട്ട് ചെയ്യണത്. ബേസിക്കലി ആ ക്ലാരിറ്റിയാണ് വാട്ട് ഹി വാണ്ട്സ് എന്നുള്ളത്. ദൃഢത്തിലെ നായകൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട പോലീസ് പടം ഏതാ? അയ്യോ, അത് ഓർക്കുന്നില്ല. വളരെ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കുമല്ലോ. ഫസ്റ്റ് ആദ്യം കണ്ട പടം ഫോർ ദ പീപ്പിൾ അല്ലേ? ആദ്യം കണ്ട പടം ഫോർ ദ പീപ്പിൾ അല്ല, ഉറപ്പായിട്ടും അല്ല. ഫോർ ദ പീപ്പിൾ 2 തവണ ആ ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഫോർ ദ പീപ്പിൾ കണ്ടപ്പോഴാണ് ക്യാമറയോട് ഭയങ്കരമായിട്ട് താല്പര്യം തോന്നിയത്, ക്യാമറാമാനാവണമെന്നൊക്കെ തോന്നിയത്? ശരിക്കും അതിലാണ് നോട്ടീസ് ചെയ്തത്. ക്യാമറ വർക്കിൻ്റെ അതൊരു പ്രത്യേക വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി, അതിൻ്റെ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ അന്നത്തെ കാലത്ത് അതൊരു പാത്ത് ബ്രേക്കിംഗ് പടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുപോലെയൊക്കെ തന്നെ അതേപോലെ പിന്നീട് ഒരു ചേഞ്ച് വന്ന പടമാണ് ബിഗ് ബി. അപ്പോൾ ഇതെല്ലാമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറയോട്, ഫോട്ടോഗ്രാഫീനോട് കൂടുതൽ താല്പര്യം തോന്നിപ്പിച്ച പടങ്ങൾ. ക്യാമറമാൻ ആവുമോ ഇനി? ശരിക്കും അതിനാണ് ഞാൻ ആദ്യം ശ്രമിച്ചതൊക്കെ. പക്ഷെ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്നതാണോ, ചിലവർ പറയും നമ്മൾ ചിന്തിക്കുന്നതാണ് ജീവിതത്തിൽ നടക്കുന്നതെന്ന്. എനിക്കത് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആക്ടർ ആവണമെന്ന് ചിന്തിച്ചിട്ടില്ല. കാര്യം അത് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നമുക്കതിനുള്ള വഴിയോ കാര്യങ്ങളോ അന്ന് ആ സമയത്തില്ല. പക്ഷേ ഇതൊരു നിയോഗം പോലെ വന്നു ചേർന്നതാണ് ഇവിടെ. അപ്പോൾ അതിനു മുമ്പ് വരെ നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോഴും എനിക്ക് ക്യാമറ ചെയ്യണം, ഇതിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്യാമറ പഠിക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പോകാണ്ട് തന്നെ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെട്ടു. ഇനി അറിയില്ല, ചിലപ്പോൾ ക്യാമറയൊക്കെ ചെയ്തേക്കാം. രാജീവ് രവിയുടെ കൂടെയല്ലേ, പിന്നെ എന്ത് പഠിക്കാനാണ്? ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിനേക്കാളും വലുത് അതിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ രാജീവ് സാറിനെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നതും അല്ലെങ്കിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമാറ്റോഗ്രാഫി, ഇത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു സിനിമാറ്റോഗ്രാഫറിനെ കാണാനാണ് ഞാൻ പോകുന്നത് എന്നുള്ള മൈൻഡിലാണ് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ അടുത്ത് ഓടാൻ പറയുമ്പോൾ ഓടി, ഇടിക്കാൻ പറയുമ്പോൾ ഇടിച്ചു എന്നുള്ളത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അന്നേ റസൂല് സംഭവിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ആണ് ഓക്കെ ആക്ടിങ് എന്നൊരു സാധനം ഇങ്ങനെ പതുക്കെ എങ്കിൽ ആ ഒരു ജേണിയിലേക്ക്, ഒരു ആക്ടർ ജേണിയിലേക്ക് പിന്നെ പതുക്കെ മാറുന്നത്. അന്ന് ഡയറക്ടർ ആവാനോ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ബിഹൈൻഡാണ്. ക്യാമറ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സാധനം. ഒരു ഭയങ്കര, ഇപ്പം ആ ടൈമിലാണെങ്കിൽ ഈവൺ സമീർക്ക ചെയ്ത ചാപ്പാക്കുരിശ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം ആ ടൈമിൽ ഈ 7D ക്യാമറയിലാണ് ചാപ്പാക്കുരിശ് ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ മൂവി, അതൊക്കെ ജോമോൻ ടി ജോൺ ചെയ്യുന്ന അന്ന് 7D അല്ലെങ്കിൽ 5 ആ ഒരു ഫോർമാറ്റിൽ ചെറിയ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അന്ന്. വെച്ചാൽ അതൊക്കെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നല്ലോ ശരിക്കും മലയാള സിനിമയിലാണെങ്കിലും. അങ്ങനത്തെ ഫോട്ടോഗ്രാഫിയും. ഫോറസ്റ്റ് ഗംപിനോട് എന്താ ഇത്രയും താല്പര്യം തോന്നാൻ കാരണം? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചൂസ് ചെയ്യുന്ന പാത്തല്ല, പക്ഷെ അയാൾ പോയി ആ ഒരു ഏരിയയിൽ പോയിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും സംവെയർ എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും. നമ്മുടെ കഥ അത് സെയിം ആണോ? കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അതാ പറഞ്ഞത്, നമ്മളിത് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങളിൽ നമ്മളുടെ ഇപ്പോൾ റിയാക്ഷൻസാണ്, ഉറപ്പായിട്ട് നമ്മുടെ റിയാക്ഷൻസാണ്, നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ പക്വത കുറവാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ അത് കൊണ്ട് എത്തിക്കുന്ന വേറെ കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ അധികം ആരും അറിയാത്ത കുറേ നന്മയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇനി ഞാൻ വളരെ കുറച്ച് പടങ്ങളെക്കുറിച്ച് ചോദിക്കാം. ആ പടം ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് മൊമെൻറ്റിലാണ് ഈ പടം ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചതെന്നാണ് എനിക്ക് പറഞ്ഞത്. 8-ാം തീയതി തിയേറ്ററിലെത്താൻ പോണ പടം ദൃഢം. ഫസ്റ്റ് ഓഫ് ഓൾ കെറ്റീന ജിത്തു സാറിൻ്റെ മകൾ വിളിക്കുന്നു, അങ്ങനെ ജിത്തു സാറിൻ്റെ പ്രൊഡക്ഷനിൽ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്.
അപ്പോൾ തന്നെ നമ്മളൊരു പകുതി ഓക്കെ എന്തോ ഒരു പരിപാടി ഇല്ലാണ്ട് ഇതെന്താ, പിന്നെ ഇനി ക്യാരക്ടർ എന്താണെന്ന് അറിയാനുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ പടം മീൻസ് മൊത്തം സ്ക്രിപ്റ്റ് കേട്ട് കഴിയുമ്പോൾ, അതായത് പടം തീരാറാകുമ്പോഴത്തേക്കും അതിനകത്തൊരു നല്ലൊരു സിനിമാറ്റിക് ഹൈ കിട്ടുന്ന ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ക്യാരക്ടർ വൈസും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്, അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ദാറ്റ്സ് വാട്ട്. അതായത് സ്ക്രിപ്റ്റും പകുതി ജിത്തു സാർ എന്ന പേരും പിന്നെ ബാക്കി പകുതി തിരക്കഥയുമാണ്. ഈ ജിത്തു ജോസഫ് പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം ഒരു സിനിമയ്ക്ക്? അതൊരു ബ്രാൻഡല്ലേ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾക്ക് മലയാളികളുടെ പൊതുവികാരമായി മാറിയ ഒരു പടമാണ് ദൃശ്യം എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൾച്ചറിൻ്റെ ഭാഗമായി മാറി. ഇവൻ നമ്മളിപ്പോൾ മോഹിനിയാട്ടം പറയുമ്പോഴും അതിനകത്തൊരു ദൃശ്യം സ്പൂഫ് ഒരു സാധനം കയറിയൊക്കെ വരുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ പിന്നെ ഇത് എവിടെ പോയാലും ദൃശ്യം ഡയറക്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റാണ് നമുക്കിപ്പോൾ. ഞാനിപ്പോൾ ഈ തെലുങ്കിൽ പോകുമ്പോഴും എൻ്റെ ഈ പടമാണ് ഇറങ്ങാനുള്ള ദൃശ്യം ഡയറക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അവരൊരു പ്രത്യേക ഒരു റെസ്പെക്റ്റൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് പ്രസൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. ഓക്കെ, ദൃശ്യം 3യുടെ കഥ എന്താണ്? പടം കണ്ടാ? ഇല്ലില്ല. ജിത്തു സാർ അതിൻ്റെ സൂചനയൊക്കെ നൽകിയായിരുന്നോ? ഇല്ല, അങ്ങനെ നൽകിയില്ല. ഓക്കെ, ഇതിൻ്റെ പടത്തിൻ്റെ ഒരു ടീസർ വന്നായിരുന്നു, ജിത്തു ജോസഫും ഇതിൻ്റെ റൈറ്റർമാരൊക്കെ ആയിട്ട്. ഞാനും ഇത് ഇറങ്ങിയതിന് ശേഷം കാണുന്നത്. എനിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു അത്. പക്ഷെ അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഞാൻ ആദ്യം സത്യം പറഞ്ഞത് കണ്ടു തുടങ്ങുമ്പോൾ ദൃശ്യത്തിൻ്റെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും എന്നാണ് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് ദൃഢത്തിൻ്റെ ട്രെയിലറിൻ്റെ റിലീസിന് വേണ്ടിയിട്ടുള്ളൊരു, പക്ഷെ എന്നാലും സാറ് ചെയ്തല്ലോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ദൃശ്യം ദൃഢം പേരാരാ? ജിത്തു ജോസഫാണ് കേട്ടോ. ഇത് അല്ലല്ല, ജിത്തു സാറല്ലാന്ന് തോന്നുന്നു. ജിത്തു സാറിൻ്റെ മകൾ കാത്തിയാണ് ഇട്ടെന്നാണ് മാർട്ടി എന്നോട് പറഞ്ഞത്, ഡയറക്ടർ എന്നോട് പറഞ്ഞത്. ഓക്കെ, അടുത്ത പടം RDX. അതായത് അതിനകത്ത് ഒരു വശം ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൊഡക്ഷൻ, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ എന്ന പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു പടം. അതായത് ആ ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇപ്പോഴും ഒരു പ്രോമിസിങ് ആണ്. ഞാൻ പറഞ്ഞ ആ ടൈമിൽ ഭയങ്കരമായിട്ട് പടങ്ങളൊക്കെ നമുക്ക് ആ ഒരു മുമ്പിലുള്ള പടങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ആക്ടറിനും ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതൊരു ഫാക്ടറാണ്. പിന്നെ എന്നോട് പറഞ്ഞൊരു ലൈൻ, ഞാനത് കേൾക്കുന്നത് വീഡിയോ കോളിലാണ്, നഹാസ് വിളിച്ചിട്ട് ആണ് ഞാനിത് കേൾക്കുന്നത്. ഞാൻ ആ സമയത്ത് പുറത്തായിരുന്നു, ദുബായിലായിരുന്നു, ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് പോയതാണ്. വീഡിയോ കോളിലൂടെ ഇയാൾ ഫുള്ള് പരിപാടി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് പടം ആ ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ജോണറിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ടൈപ്പ് സിനിമകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് കോൺഷ്യസ്ലി തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു ടൈമിലാണ് RDXൻ്റെ ഒരു കോൾ വരുന്നത്. സോ പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു ട്രസ്റ്റ് ആണല്ലോ, ഇത് നന്നായി വരും എന്നുള്ളൊരു സംഭവം നന്നായി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുഗ്രഹം. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് സിനിമകളിലാണ് ഷെയ്നെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഗില്ലി പോലെയുള്ള മാസ് ആക്ഷൻ പടം ചെയ്യാൻ ഭയങ്കര താല്പര്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഗില്ലി പോലെയെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ഗില്ലി ആ കാലഘട്ടത്തിൻ്റെയാണ്, അന്നത്തെ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞ പോലെയാണ്. അത് തന്നെ നമ്മൾ ഇന്ന് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ യൂസ് ഇല്ല. ഇന്നത്തെ ഒരു സ്വീറ്റ് സ്പോട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ പടങ്ങൾ ആരും ഇവിടെ ചെയ്യുന്നുമില്ല. എൻ്റെ ഒരു ആഗ്രഹം, നമ്മൾ കൊമേഴ്ഷ്യലി എൻ്റർടൈൻഡും ആവണം, സെയിം ടൈം നമുക്കൊരു ടേക്ക് അവേ, ഒരു പടം കണ്ട ടേക്ക് അവേ നമുക്ക് ഉണ്ടാവണം. ആ ക്യാരക്ടറിൽ നമുക്ക് ഡെപ്തോടെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടാവണം, അഭിനയ സാധ്യത ഉണ്ടാവണം. ഇതെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സിനിമയിൽ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും അത് ഭയങ്കര ടഫാണ്. അങ്ങനത്തെ കഥകൾ വരുന്നുണ്ടോ? അങ്ങനത്തെ കഥകൾ വരുന്നുണ്ട്, പക്ഷെ അത് പുൾ ഓഫ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ സത്യം പറഞ്ഞാൽ വരുന്നില്ല. അതൊരു ഫാക്റ്റ്. കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, അതിൻ്റെ കറക്റ്റ് സ്പോട്ടിൽ കിട്ടിയില്ലെങ്കിൽ ആ പടം ചിലപ്പോൾ ക്ലിക്കാവില്ല. അതായത് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കണമെങ്കിൽ നല്ല ബഡ്ജറ്റും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സേഫ് പ്രോഗ്രാം പിടിക്കാനായിരിക്കുമല്ലോ മാക്സിമം നോക്കണത്. പക്ഷെ ആ ഒരു ഇതിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു തിയേറ്ററിക്കൽ പരിപാടി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ നേരിടുന്ന ശരിക്കും പറഞ്ഞ വിഷയം. നമ്മളുടെ ഇപ്പോൾ ഒരു കഥയോ കാര്യത്തിനെയോ ട്രസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി ഇത്ര മുടക്കണം, ഓക്കെ, അതെനിക്ക് സ്പെൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടുള്ളൊരു പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കഥകൾ എനിക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. നല്ല കഥകൾ എൻ്റെ കയ്യിലുണ്ട്, അതിന് പറ്റുന്ന ആപ്റ്റായ പ്രൊഡക്ഷൻ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കഥ പറയുന്നവർക്ക് പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ റെഡിയാക്കി കൊടുക്കുമോ? ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് കഥ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ നമ്മളോട് പറഞ്ഞു നിൽക്കുന്നവരുണ്ടാവും. ഇപ്പോൾ കഥ പറയാൻ വിട്ട പ്രൊഡക്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ കഥ വർക്കൗട്ട് ആയില്ലെങ്കിൽ ഞാൻ പറയും ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്,
ഇതൊന്നും നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങൾക്ക് വർക്കാവണമെങ്കിൽ നമുക്ക് പിടിക്കാവുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അടുത്ത പടം കുമ്പളങ്ങി നൈറ്റ്സ്. മഹേഷിൻ്റെ പ്രതികാരമാണെങ്കിലും ശരി, ശ്യാമേട്ടൻ്റെ റൈറ്റിംഗ് പേഴ്സണലി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ പടത്തിന് വിളിക്കുന്നത് എൻ്റെ ഒരു പടം പോലും ഇറങ്ങുന്നതിന് മുന്നെയാണ്. ആണോ? അതായത് അന്ന് ഞാൻ ജസ്റ്റ് അന്നേ റസൂൽ ആൻഡ് നീലാകാശം അല്ലെങ്കിൽ ബാല്യകാലസഖി ഇത്രയും പടങ്ങൾ എൻ്റെ ഇറങ്ങിയിട്ടുള്ളൂ. കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ വേറെ ഒരു പടം ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റിന് മുമ്പ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് വേഷങ്ങൾ ചെയ്ത പടങ്ങൾ ഒന്നും ഇറങ്ങിയിട്ടില്ല. ആ ടൈമിലാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്നത്. അത് തന്നെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് വിളിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഉത്തരവില്ല. അതെനിക്ക് വേണം ശ്യാമേട്ടനോട് അല്ലെങ്കിൽ അവരോട് ചെന്ന് തന്നെ ചോദിക്കേണ്ടി വരും. ഇന്ത്യ മൊത്തം ഇപ്പോൾ നമ്മൾ കറങ്ങുകയാണെന്ന് വിചാരിക്കാം. ഏറ്റവും മികച്ചൊരു മലയാള സിനിമ പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. അതാണ് എനിക്കൊരു പിടുത്തമില്ല ഇതെന്ത് നാട്ടിൽ നടക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയത്, പലരും എനിക്ക് മെസ്സേജ് ചെയ്യണം എന്താണെന്നറിയാം, ഒരു സമാധാനമാണെന്ന് പറയണ പടം കാണാൻ. ഭയങ്കര ഒരു നല്ലൊരു ഫീൽ ഗുഡാണ്, ഒരു വാം ഹഗ് പോലെയാണെന്നൊക്കെയാണ് പറയുന്നത് പടം. കാരണം പലരും ലോൺലി ആണെന്ന് ഇന്ന്. അതാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ സിനിമ ഒരു കൂട്ടുകാരനായത്. അല്ല, ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ കറങ്ങുമ്പോൾ ആൾക്കാർ ഇത് പറയുന്ന കേട്ടില്ലേ, കുമ്പളങ്ങി നൈറ്റ്സ് ഒരു 1.5 സംഭവമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുമ്പളങ്ങി നൈറ്റ് RDX ഹീറോ. അതല്ലേ രസം, അത് കേൾക്കാൻ തന്നെ നമുക്ക് അതെ അങ്ങനെയൊക്കെ സംഭവിച്ചു. നമുക്കതൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നു. ഇപ്പോൾ ആ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും പിന്നീട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ പടം ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത. എനിക്കറിയില്ല അങ്ങനെ ഒരു പടം ഇനി ഉണ്ടാക്കാൻ പറ്റുമോ. നമ്മളിനിപ്പോൾ സെയിം ടീം കൂടിയപ്പോലും എനിക്ക് തോന്നുന്നില്ല. അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം മാജിക്കാണത്. ഇനി എനിക്ക് തോന്നിയൊരു കാര്യം പറയാം, ഇത് വേണ്ടെങ്കിൽ ഫുള്ളായിട്ട് മറന്നു കളയാം. ഓക്കെ, എനിക്ക് പലപ്പോഴും കുമ്പളങ്ങി നൈറ്റ്സ് കാണുമ്പോൾ മലയാളത്തിലെ ഗോഡ് ഫാദർ ഓർമ്മ വരാറുണ്ട്. യെസ്. ഓക്കെ, അതായത് ഗോഡ് ഫാദറിൻ്റെ തീം സ്ത്രീകളെ കയറ്റാത്തൊരു കുടുംബം. ഇത് നേരെ ഓപ്പോസിറ്റാണ്. അതായത് അൽക്കുൽത്തായി നടക്കുന്ന ഇതുപോലത്തെ ഒരു കുടുംബത്തിലേക്ക് ഒരു സ്ത്രീ വരുന്നതോടുകൂടിയുള്ള മാറ്റമാണ്. എനിക്ക് പലപ്പോഴും ഇത് രണ്ടും കണക്റ്റായി തോന്നിയിട്ടുണ്ടോ ഇതുപോലെ? ശരിയാട്ടോ, അത് പറഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട്. നമ്മളതിനു മുമ്പ് അങ്ങനെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ പറയുമ്പോൾ ശരിയാണ്, നല്ലൊരു വേറൊരു രീതിയിലുള്ളൊരു റെസംബ്ലൻസ് ഉണ്ട്. അത് പ്ലോട്ടിൽ ചെറിയൊരു സാമ്യമുണ്ട്, പക്ഷെ പടങ്ങൾ രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അടുത്തത് ഭൂതകാലം. രാഹുൽ സദാശിവൻ ഒരു വീഡിയോ ക്ലിപ്പും വിത്ത് എന്തോ ചെറുതായിട്ട് ഈ സിനിമയെക്കുറിച്ച് എഴുതിയിട്ടൊരു മെസ്സേജ് ആണ് മദറിന് അയക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പിനകത്തുള്ളതെന്ന് പറയുന്നത് പ്രേതത്തിൻ്റെ രൂപമില്ല, പക്ഷേ എന്തോ ഒരു ഡാർക്ക് എൻറ്റിറ്റി. അപ്പം നമ്മൾ ആ സമയത്ത് അതിനോടൊക്കെ കുറച്ച് ക്യൂരിയസ് ആയിട്ടൊക്കെ നടന്നൊരു ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിത് കണക്റ്റായി, ഇതെന്താ പുള്ളി കാണിക്കണം എന്നുള്ളത്. രൂപമില്ല, പ്രേതമില്ല, പക്ഷെ നമുക്ക് അതിനകത്തൊരു ഭയങ്കര കാണുമ്പോൾ ഒരു പേടി, നമുക്ക് ഒരു പാരനോർമൽ ആക്ടിവിറ്റിയുടെയൊക്കെ ഒരു അങ്ങനത്തെ എന്തോ ഒരു ടൈപ്പ് സാധനമാണത്. അപ്പോൾ കൗതുകം തോന്നി, പുള്ളിനെ വിളിച്ച് പുള്ളി ലൈൻ പറഞ്ഞു. പിന്നെ ഒരു സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കോവിഡ് ടൈമാണ്, നമുക്കൊരു ലിമിറ്റഡ് ലൊക്കേഷൻ ലിമിറ്റഡ് ക്രൂവിന് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അമ്പുക്കാനെ വിളിച്ചു. അമ്പുക്ക എനിക്ക് നല്ലൊരു ഇൻവെസ്റ്റർ സൈഡ് എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരാമോ, എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പുക്ക കേൾക്കാമെന്ന് പറഞ്ഞാൽ അമ്പുക്ക തന്നെ പ്രൊഡക്ഷൻ്റെ പാർട്ട്ണറായി. അങ്ങനെയാണ് സിനിമ സംഭവിക്കുന്നത്. അന്ന് രാഹുൽ സദാശിവൻ എത്ര പ്രേത കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഒരു കഥ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഈ പറയുന്ന മമ്മൂക്കനെ വെച്ച് എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമുണ്ട്, അതിനെയൊക്കെ പറ്റി പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു റോബർട്ട് പാറ്റിസനൊക്കെ അഭിനയിച്ചൊരു പടം, പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അതൊക്കെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി ആ യൂണിവേഴ്സിലെ ആളാണ്. കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു പ്രേതപ്പടം എന്നുള്ള മാത്രമല്ല, അങ്ങനത്തെ ഒരു ജോണർ ഉണ്ടല്ലോ, മിസ്റ്ററി സംതിങ് എക്സ്പെരിമെൻ്റൽ സാധനം. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു നല്ല കാര്യമാണ്. നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ ഭയങ്കര ഡൈവേഴ്സ് ആയില്ലേ, അത്തരം പടങ്ങളും നമുക്കുണ്ട്. ഇൻഡസ്ട്രിക്കാണ് ശരിക്കും പറഞ്ഞ ഗുണം. ഓക്കെ, ഇല്ല ലാസ്റ്റ് ആൻഡ് ഫൈനൽ പടം ഇഷ്ക്, അതിൻ്റെ കഥയാണ് എന്നോട് പറഞ്ഞ കാര്യം. എൻ്റെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് അനുരാജ് ഏട്ടൻ ഫസ്റ്റ് ഡയറക്ടറാണ്, രതീഷ് ഏട്ടൻ്റെയും ഫസ്റ്റ് സ്ക്രിപ്റ്റാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. ഇവർ വന്നിട്ട് കഥ പറഞ്ഞ് മറ്റേ ഒരു മോറൽ പോലീസിങ് പരിപാടി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മുടെ സാരഥി ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ഈ പടത്തിൻ്റെ തന്നെ ദൃഢത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് അന്ന് വിട്ടത്. ഇപ്പോഴും ഒരുപാട് ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതാണ്. പറയുവാനാ ഇപ്പോൾ ഇഷ്ടമുള്ള പാട്ടതാണോ? ഞാൻ എൻ്റെ പാട്ടുകൾ പൊതുവെ കേൾക്കാറില്ല. എന്താ, നല്ല പാട്ടുകളാണ്, പക്ഷേ ഒരുപാടായിട്ട് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക അങ്ങനെ ഒരു സാധനമായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ആ സമയത്തൊന്ന് കേട്ട് പിന്നെ നമ്മളത് പെർഫോമൊക്കെ ചെയ്യുമ്പോൾ
സത്യം പറഞ്ഞാൽ നമുക്കതിനൊരു അതിനോട് നമ്മുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. അപ്പം റിപ്പീറ്റഡായിട്ട് അങ്ങനെ കേൾക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനി ഞങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു തെലുങ്ക് പടത്തിൻ്റെ 27 ഷെയ്ൻ നിഗം 27 എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുട കൊണ്ട് ബോട്ടിലിൻ്റെ അല്ല ബൂട്ട് വെച്ചടിച്ച് ബിയർ ബോട്ടിൽ പൊട്ടിക്കുന്നത്. ഓക്കെ, എപ്പോൾ ഉണ്ടാവും തെലുങ്ക് പടം? ഇതിൻ്റെ അനൗൺസ്മെൻ്റാണ് വന്നത്. നമ്മളിപ്പോൾ പേരോ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഈ വർഷം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കുറച്ചൊരു വലിപ്പം ഉള്ള പടമായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പരിപാടികൾ നടക്കുന്നു. അടുത്ത പടം അതാണോ? അടുത്ത പടം ഷൂട്ടിങ്ങിന് സാധ്യതയുണ്ട്. അതാവാനും ചിലപ്പോൾ ഒരു മലയാളം സിനിമ ആവാനും സാധ്യതയുണ്ട്. നമുക്കതിൻ്റെ കറക്റ്റ് ഒരു ധാരണ കിട്ടിയിട്ടില്ല. കാര്യം 2 സിനിമയും അത്യാവശ്യം നമുക്ക് പ്രീ പ്രൊഡക്ഷനും ഒക്കെ ആവശ്യമുള്ള പടങ്ങളാണ്. തെലുങ്ക് അവരുടെ എനിക്കൊരു ഡേറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് മലയാളത്തിൻ്റെയും കൂടെ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. ഷെയ്ൻ്റെ അടുത്ത് ഒരു കഥയായിട്ട് നമ്മൾ വരണമെങ്കിൽ എങ്ങനെ വരണം? ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസ് നമ്പർ ഉണ്ട്, അതിനകത്ത് പിച്ച് ഡെക്ക് അയക്കും. അതിൽ അത്യാവശ്യം പരിപാടി ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം തോന്നിക്കഴിഞ്ഞാലാണ് നമ്മൾ മീറ്റിംഗ് വിളിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ മീറ്റിംഗ് കേട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ദേ ഷുഡ് ബ്രിങ് എ ഗുഡ് പ്രൊഡക്ഷൻ. അതായത് കാര്യം ഞാൻ ഒരുപാട് പുതിയ ആൾക്കാരെല്ലാം വിശ്വസിച്ച് ഞാൻ കൊടുത്തിട്ട് എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സോ എനിക്ക് ഭയങ്കര പേടിയാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. നല്ല പ്രൊഡക്ഷനല്ലേ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഇത് ഭയങ്കര ആവേശത്തിൽ ആൾക്കാർ വരും. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സിനിമ ബ്രാൻഡ് ചെയ്തപ്പെടണം. അതായത് ഇറങ്ങിയാൽ പോലും ഈ പടം നല്ലതായാൽ പോലും നല്ലതാണെന്ന് 4 ആൾ അറിയിച്ചാൽ ഇന്ന് സിനിമയ്ക്ക് ആൾക്കാർ കയറുന്നുള്ളൂ. അത് അറിയിക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ശരിക്കും നല്ലൊരു PR വേണം. അതായത് അപ്ഡേറ്റഡ് ആയ ഒരു PR പ്രോഗ്രാം നമ്മൾ നടത്തണം. അങ്ങനത്തെ ഒരു ഇമേജ് സൃഷ്ടിക്കണമെങ്കിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ് ഒരു പടം ഇപ്പോൾ ഒരു നല്ലൊരു കണ്ടൻറ് ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ. പക്ഷെ നമ്മളത് എത്തിച്ചില്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുള്ള ഒരു അവസ്ഥയും നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു.